ഹലോ ഹായ്. അപ്പോൾ ഇന്നൊരു ഹെൽത്തി വീഡിയോ ആണ് കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് സലാഡ് വെള്ളരി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 മുട്ട വേവിച്ചു, പിന്നെ കുറച്ച് ഒരു മീഡിയം സൈസ് പിന്നെ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വെള്ളക്കടലയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടലയ്ക്കൊരു ചെറിയൊരു മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കും. ഒത്തിരി ഒന്നുമില്ല, ഒരു അല്പം വെളിച്ചെണ്ണ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, 1 സ്പൂണും ചേർക്കരുത്, ഒരു അല്പം ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടി മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ സാധാ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയില്ലേ, അതിലോട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ. തീ കുറച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഇത്രയും തന്നെ ആകുമ്പോൾ മതിയാവും. എന്നിട്ട് എന്ത് ചെയ്യുക, തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത്തിരി ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടാണ് വേവിക്കുന്നത്. ഉപ്പ് അല്പം കുറവാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം, നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഞാൻ സലാഡ് വെള്ളരി ചെറുതായിട്ട് കൊച്ചു പീസായിട്ട് അരിഞ്ഞു, അതൊന്ന് ചേർത്തു. അതിനോടൊപ്പം തന്നെ ക്യാരറ്റ് അതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മസാല ചേർത്ത കടല അതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ മുട്ട നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. ഇവിടെ ഒരാൾക്ക് പിന്നെ മുട്ട ചേർത്ത് മിക്സ് ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് മാറ്റുകയാണ്. ഇതിലേക്ക് കുറച്ച് പിന്നെ നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് അവൾ കഴിച്ചോളും. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ ആയിട്ട് ഇതിനകത്ത് നമ്മൾ നേരത്തെ അവിച്ച് വെച്ച മുട്ടയില്ലേ, അത് വേവിച്ച് വെച്ച മുട്ടയും കൂടെ ഒന്ന് ചെറുതായി പീസായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു പകുതി നാരങ്ങയുടെ നീര് അതും കൂടെ ചേർത്തിട്ട് ഇതിനോടൊപ്പം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് എന്ത് ചെയ്യുക, നമ്മൾ ചോറിനോടൊപ്പമോ നമ്മൾ ചപ്പാത്തിയോ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഈ രാത്രിയാണ് ഞങ്ങളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആഹാരമാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആപ്പിളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിക്കുന്നത് ഇങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലൊന്ന് ചെയ്ത് നോക്കട്ടെ. പക്ഷെ നല്ല രസമാണ് കഴിക്കാനായിട്ട്. ചോറിനോടൊപ്പം ആയാലും ഇന്നിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ്. നമ്മളിപ്പോൾ 2 ചപ്പാത്തിയോ 1 ചപ്പാത്തിയോ എടുത്തിട്ട് ബാക്കി നമ്മൾ ഈ ഒരു സലാഡും കൂടെ അങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ ഒരുപാട് നമുക്ക് ചോറൊന്നും കഴിച്ച് ഇതാക്കേണ്ട കാര്യമില്ല. ഇതാകുമ്പോൾ ഹെൽത്തിയാണ്, അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫ്രീ വയറൊക്കെ ഇതാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് തോന്നിയൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയണേ. ഓക്കെ, താങ്ക് യു.